ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഇപ്പോൾ രാവിലത്തെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻസ്, അതായത് ഡേറ്റിംഗ് ആപ്പ്, ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്നൊരു ആപ്പ്, അത് മറ്റൊരു തരത്തിൽ ഇപ്പോൾ പെൺകുട്ടികൾക്ക് പൈസ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലേക്ക് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അത് പ്രൊമോഷൻ നടത്തുകയും അതുകൊണ്ട് കൊള്ളലാഭം നല്ല രീതിയിൽ പൈസ വാങ്ങിയിട്ടാണ് ഈ ഇൻഫ്ലുവൻസേഴ്സൊക്കെ അത് ചെയ്യുന്നൊരു വീഡിയോ രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീഡിയോ ചെയ്തതിന് ശേഷം ആ വീഡിയോയ്ക്കകത്ത് മാത്രം ഏതാണ്ട് 1.1K 1100 കമൻറ്റ്സ് വന്നു. ആ വീഡിയോ കമൻസിൻ്റെ അകത്ത് ഒരുപാട് വിക്ടിംസ്, അതിനകത്ത് അഫക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ, അഥവാ ഇവരുടെയൊക്കെ വാക്കും കേട്ടുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ലൈഫ് സ്പോയിലായ കുറേ ആൾക്കാരുണ്ട്. അതിനുശേഷം എൻ്റെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒരുപാട് ആൾക്കാരുടെ വെളിപ്പെടുത്തലുകൾ, വോയിസുകൾ ഇഷ്ടം പോലെ, ഒരുപാട് പേര്, നൂറുകണക്കിന് ആൾക്കാർ വന്ന് നേരിട്ട് സംസാരിക്കുന്നു. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ 3 പേരാണെങ്കിൽ അതിനും കാട്ടിലും കൂടുതലാണ് അതിൻ്റെ ആൾക്കാരുടെ എണ്ണം എന്നുള്ളതൊക്കെയാണ് കേൾക്കുന്നത്. അവരുടെയൊക്കെ പേരുകൾ നമുക്ക് ഇതിനകത്ത് പറയണം. പിന്നെ നേരത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ വ്യക്തമായി പറഞ്ഞു, ഇതെങ്ങനെ നമുക്ക് നമ്മുടെ കുട്ടികളിൽ നിന്നും ഈ ഒരു കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് തിരിച്ചറിയാം, ഇങ്ങനെയൊക്കെയുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ചില പ്രിക്വേഷൻസ് അടക്കം ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ചർച്ച ചെയ്തു പോകുന്നു. ചില വോയിസ് ഇവിടെ ഇതിനകത്ത് പ്ലേ ചെയ്യേണ്ടി വരും, ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ടി വരും. ആദ്യം നമുക്ക് കേൾക്കേണ്ടത്, ഇതുവരെ ഈ ഒരു കാര്യമായിട്ട് വീഡിയോ ചെയ്തതിന് ശേഷവും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളും ഇതിനെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. നേരത്തെ വീഡിയോയ്ക്കകത്ത് ജാസ്മിൻ ജാഫർ, തനി മലയാളി, ആലീസ് ക്രിസ്റ്റി ഇന്നവരുടെ 3 പേരുടെ സംഭവമാണ്. ഞാൻ അറിഞ്ഞില്ല ഇത്രയും ആൾക്കാർ ഈ ഒരു വീഡിയോ ഏറ്റെടുക്കുമെന്നുള്ളതായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് വീഡിയോസ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ, ഇന്ന് രാവിലെയും അതിലടക്കം ഒരുപാട് പേര് ഈ ഒരു വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ അത്രയും ആൾക്കാരിലേക്ക് പോകുന്നെങ്കിൽ ഒരുപാട് അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഇനി ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻസ് കൂടുതൽ ഈ പ്രൊമോട്ട് ചെയ്ത ഇൻഫ്ലുവൻസേഴ്സ് ആരാണെന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. ആദ്യം നമുക്ക് ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ കിടക്കാം. ഏറ്റവും കൂടുതൽ ഈ ആപ്ലിക്കേഷൻസ് ഏതൊക്കെ ഇൻഫ്ലുവൻസേഴ്സാണ് ഇത് പ്രൊമോട്ട് ചെയ്തത്? ഞാനൊരു കമൻറ്റ് ഇട്ടിരുന്നു, ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള മറ്റ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പേര് ദയവായി താഴെ കമൻറ്റ് ചെയ്യുക, അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ആ വാക്ക് പാലിക്കുകയാണ്. കുറേ ആളുകൾ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു പേരാണ് മൈ വേ ബൈ കല്യാണി. ഞാൻ ആ ചാനലൊന്നും കണ്ടിട്ടില്ല, കണ്ടിട്ടുണ്ടോ ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി മൈ വേ ബൈ കല്യാണി, നിങ്ങൾ ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയുക നിങ്ങൾ ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടില്ല എന്ന്. മൈ വേ ബൈ കല്യാണി എന്ന് പറയുന്ന ആ ഒരു പേരാണ് വൈബ് വിത്ത് രവീണ. മൈ വേ ബൈ കല്യാണിയാണ് കൂടുതൽ പറയുന്നത്. മഷൂറ, റബേക്ക, സന്തോഷ്, ബഷീർ ബഷി ഫാമിലി, ചട്ടം പീസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താണ്, ഞാനില്ല, മൈ വേ ബൈ കല്യാണി, ഉണ്ണിവാവ വ്ളോഗ്സ്, തനി മലയാളി, എന്താ പറയുക, കുറേ ഉണ്ട്. പിന്നെ അൺബോക്സിങ് ഡൂഡിൻ്റെ സിസ്റ്റർ, പിന്നെ മഷൂറ, സിലു ടോക്സ്, അർച്ചന ദേവ്, ഇറ്റ്സ് മീ വിജിത, ഷീലാവി. ഇത് കമൻറ്റ് ബോക്സിനകത്തുണ്ട്. ഞാൻ ആ വീഡിയോ വീഡിയോന് താഴെ പിൻ ചെയ്ത് വെച്ചേക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഓക്കെ, എന്തുവാ ഈ ചാനലുള്ള എന്തുവാ ഇത് എന്ന ചാനലുള്ള പാർവതി, അർച്ചന ദേവ്, ഇറ്റ്സ് മീ വിജിത, മൈ വേ ബൈ കല്യാണി, ഉണ്ണിവാവ വ്ളോഗ്സ്, മൈ വേ ബൈ കല്യാണി, അൺബോക്സിംഗ് ഡൂഡ്, വൈബ് വിത്ത് രവീണ, പിന്നെ അൺബോക്സിംഗ് ഡൂഡ്, ബബിത, അർച്ചന ദേവ്, ദി വേ ബൈ കല്യാണി, അർച്ചന ദേവ്, ഉണ്ണിവാവ വ്ളോഗ്സ്, തേജ തങ്കു, വയനാടൻ, ബഷീർ ബഷി, മൈദവേ, സിലു ടോക്സ്, വയനാടൻ വ്ളോഗ്സ്, ജസ്നിയ കെ, ജയദീഷ്, ദൃശ്യ രഘുനാഥ്, സൂപ്പർ വാവ, എന്തൊക്കെ പേരുകളാണ്, സൂപ്പർ വാവ, പിന്നെ വൈബ് വിത്ത് രവീണ, മൈ വേ ബൈ കല്യാണി, തേജു തങ്കു, വിനീത് രാമചന്ദ്രൻ, ചട്ടം പീസ്. ഇത് ഒരുപാട് പേരുണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അങ്ങനെ ഒരുപാട് പേര്, രവീണ, അർച്ചന ദേവ്, അങ്ങനെ പോകുന്നു. സോ ഒരുപാട്. അപ്പം ഞാൻ ആ കമൻറ്റ് ബോക്സിൽ ആ കമൻറ്റ് പിൻ ചെയ്ത് വെച്ചേക്കാം, നിങ്ങളത് തീർച്ചയായിട്ടും കാണണം. പൂജ കൃഷ്ണയുണ്ടോ? ആഹാ, അടിപൊളിയാണല്ലോ. പൂജ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്താ അടിപൊളി. പൂജ നമ്മളെ ബിഗ് ബോസിലെ പൂജ ചിന്തിക്കാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഓക്കെ, ശരിക്കും പറഞ്ഞാലൊരു മിഡിൽമെൻ പോലെയാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ്. അതാണ് അവസ്ഥ. ഒരു ബോധവും ബുദ്ധിയും ഇല്ലേ ഇവർക്ക് ഒക്കെ. സോ ഇവരൊരു മീഡിയേറ്ററിനെ പോലെ വർക്ക് ചെയ്യുന്നുള്ള കാര്യമാണ്. സഞ്ജു ആൻഡ് ലക്ഷ്മിയിലെ പാർവതി, ഡ്യൂഡ്, ഇതിങ്ങനെ കുറേ ഉണ്ട്, ഇഷ്ടം പോലെ. സുലു കിച്ചനോ, സീതൾ ആൻഡ് വിനു, വൈബ് വിത്ത് രവീണ, അർച്ചന ദേവ്, മൈ വേ ബൈ കല്യാണി എന്ന് പറയുന്ന പേരാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്.
അതെന്താ ഇവർ ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. മൈ ബേബി കല്യാണം ഇഷ്ടം പോലെ വരുന്നുണ്ട്. സോ ഇതാണ് ആ മറ്റ് യൂട്യൂബേഴ്സിൻ്റെ പേരുകൾ കിടക്കുന്നത്. ഇനി എൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് എന്താ പറയുക, ഈ ഫ്രണ്ട് ആപ്പിനെ ആൾക്കാർ പറയുന്നതാണ്, ഈ ഫ്രണ്ട് ആപ്പിന് ഒക്കെ വൻ ചതിക്കുഴി തന്നെയാണ്, നമുക്ക് ചുറ്റും നിത്യവും കാണുന്നവരെ തന്നെ വിശ്വസിക്കാൻ കൊള്ളാത്ത കാലമാണ്. അപ്പോഴാണ് ഈ ആപ്പിലൂടെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ, കൂട്ടുകാരെ കണ്ടുപിടിക്കുന്നത്. ഇതൊക്കെ ഭൂരിഭാഗം അവീതങ്ങൾക്കും അഡൽട്ടറികൾക്കും വേണ്ടി ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് ടോട്ടലി അൺഎത്തിക്കലാണെന്നൊക്കെ പറയുന്നു. എന്താ പറയുക, മുപ്പഞ്ച് ഇഷ്യൂ ഓക്കെ, ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് പൈസ കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, അതായത് വേറെ ലിസ്റ്റ് കമൻറ്റ് കിടപ്പുണ്ടോ? ഓക്കെ, ഇതിനകത്ത് തനി മലയാളി, ആലിസ് ക്രിസ്റ്റി, ജാസ്മിൻ, വൈബ് വിത്ത് രവീണ, ബബിത, ചട്ടം ബീസി, ഇസ്മി വിജിത, ഗ്ലാമി ഗംഗ, മഷൂറ, മല്ലു ഫാമിലി, കല്യാണി, അർച്ചന, അതെ ഇനിയും കുറേ ഉണ്ട്, ഞാൻ ആദ്യമേ ചിന്തിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു. ഗ്ലാമി ഗംഗയൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടോ? അയ്യോ. സോ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു യൂട്യൂബറിന് അത്യാവശ്യം റീച്ചുള്ള ഒരു യൂട്യൂബറിന് ഒരു മാസം, യൂട്യൂബ് റവന്യൂ അവർക്കൊരു മാസം കിട്ടുന്നത് ലക്ഷങ്ങളാണ്, ലക്ഷക്കണക്കിന് രൂപയാണ് യൂട്യൂബിൽ നിന്ന് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മാത്രം കിട്ടുന്ന പൈസ. അതിന് പുറമെ അവർക്ക് എത്തിക്കലായിട്ടുള്ള രീതിയിൽ പ്രൊമോഷൻസ് നടത്തുന്നതിന് എന്ത് പ്രശ്നം? ഒരു കുഴപ്പമില്ല, ആർക്കും കൂടെ ചെയ്യാം. നിങ്ങൾക്കും നാളെ യൂട്യൂബറായിട്ട് മാറി നിങ്ങൾക്കും ചെയ്യാം, പൈസ കിട്ടട്ടെ, എല്ലാവരും വളരട്ടെ, നല്ല കാര്യം. ഒരുപാട് തൊഴിലവസരങ്ങളില്ലാത്ത നാട്ടിൽ നമ്മൾ ജീവിക്കുന്നു. പക്ഷേ ആൾക്കാരെ ഇങ്ങനെയൊക്കെയുള്ള മാർഗ്ഗത്തിലേക്ക്, ഇതിൻ്റെ പ്രശ്നം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വീഡിയോ ഇട്ട സമയത്ത് ചിലർക്ക് ഇങ്ങനെ ചില എതിരഭിപ്രായങ്ങളുണ്ട്, ഇത് അഡൽട്ട് ആപ്പല്ലേ, എന്താ പ്രശ്നം? അഡൽട്ട് ആപ്പുകൾ 100 കണക്കിന് ഇന്നലെ എന്നല്ല, അഡൽട്ട് ആപ്പുകൾ പണ്ട് മുതലേ ഉണ്ട്. അഡൽട്ട് ആപ്പ് എന്നുള്ള രീതിയിലല്ലല്ലോ ഇത് പ്രചാരണം പറയുന്നത് എന്താ? ഇതിനകത്ത് നിങ്ങൾക്ക് റോസ് എന്നുള്ള സാധനം ഉണ്ടാവും, ആണുങ്ങൾക്ക് പൈസ കൊടുക്കണ്ട, ആണുങ്ങൾക്ക് പൈസ കൊടുക്കണം, പെണ്ണുങ്ങൾക്ക് പൈസ കൊടുക്കണ്ട, അതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ മതി. അതായത് സ്ത്രീകളെ പ്രദർശന വസ്തുവാക്കുന്നു. അതായത് ചില്ലിട്ട ഗ്ലാസിൻ്റെ അകത്ത് വയ്ക്കുന്ന ജിലേബി പോലെ പെണ്ണുങ്ങളെ പ്രദർശന വസ്തുവാക്കുകയോ വിൽപ്പനയ്ക്ക് വെക്കുകയോ ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോം, അത്രേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും രത്ന ചുരുക്കം. അതിന് ആണുങ്ങൾ പൈസ കൊടുത്തിട്ട് അവർ ഇഷ്ടമുള്ള ആൾക്കാരോട് സംസാരിക്കുന്നു. ഒരുപാട് ഇന്ന് എൻ്റെ ഇൻബോക്സിൻ്റെ അകത്ത് വന്നിട്ടുള്ളതിനകത്ത് ഞാൻ ഒരു സംഭവം നിങ്ങളെ ഞാൻ കേൾപ്പിച്ചു തരാം. അതിനകത്ത് അഫക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ സംസാരിക്കുന്നതാണ്, നിങ്ങൾ കേൾക്കുക. എന്താണ് ഇതിനകത്ത് നടക്കുന്ന ഒരു പരിപാടി എന്നുള്ള കാര്യം ഇത് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കേൾപ്പിക്കാം. ബ്രോ പറഞ്ഞു മറ്റേ ഫ്രണ്ട് ആപ്പിൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുള്ള വീഡിയോ ഉണ്ട്, ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത്. അപ്പോൾ കണ്ടുകൊണ്ട് പറയാം, ആപ്പ് 18+ മൊത്തം നടക്കുന്നത്. 18+ ആണ് മൊത്തം അവിടെ നടക്കുന്നത്. ഓക്കെ, നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് പോകുന്നുള്ള ഒരു കാര്യമില്ല. ഞാൻ കണ്ട ഡിലീറ്റ് ചെയ്തു. പിന്നെ ഇപ്പോൾ ആപ്പിൽ കണ്ടപ്പോൾ ഭയങ്കര 18+ ആണ് നടക്കുന്നത്. എന്തുവായിരുന്നു ലൈനുള്ള, അതാ പറഞ്ഞ് കമ്മിറ്റഡ് ആയവർ പോലും ഇതിന് 18+ ടോക്കുകൾ മൊത്തം. അപ്പം നമ്മൾ ചോദിക്കും കമ്മിറ്റഡ് ആണെന്ന് ചോദിച്ചപ്പോൾ അവനറിയത്തില്ലല്ലോ, അത് കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയാണ് പറയണത്. ഭയങ്കര സീനാണ് ആപ്പ്. ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത് അപ്പം തന്നെ കളയും ചെയ്തു. എല്ലാവരും അങ്ങനെയാണ് ഞാൻ പറയത്തില്ല. ആപ്പിനകത്ത് ചിലവർ ക്യാഷ്വലായിട്ട് നമ്മൾ സംസാരിക്കും, ചിലവർ ഭയങ്കര വൾഗറും സംഭവം. അതായത് കമ്മിറ്റഡ് ആയ ഗേൾസ് വരെ ഉണ്ട്. അപ്പോൾ എന്തോ വിശ്വസിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഭയങ്കര സീനാണെങ്കിൽ നമ്മൾ കോൾ ചെയ്യാൻ ഏറ്റവും കൂടുതൽ കിട്ടിയ മലയാളികൾ എന്ന് വെച്ചാൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഗേൾസാണ്. അവരെല്ലാം ബാംഗ്ലൂർ പഠിക്കുക, നേഴ്സിംഗ് പഠിക്കുന്നത്, എല്ലാം ഹോസ്റ്റലിൽ നിൽക്കുന്ന ഗേൾസൊക്കെ കേട്ടോ. അതിനകത്ത് വീട്ടിലുള്ളവർക്ക് കുറച്ച് പേരെ ഉള്ളൂ. ഭയങ്കര സീനാണ് ഇതിപ്പോൾ. എനിക്ക് പോകത്തോടെ ഞാൻ പറഞ്ഞേ. സോ ഇത് ഒരെണ്ണം മാത്രം, ഇതുപോലെ 100 കണക്കിന് മെസ്സേജസ് അത് ഞാൻ ചെയ്ത് തീർക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇന്നൊന്നും അത് തീരത്തില്ല. ഒരുപാട് മെസ്സേജ് അയക്കുന്നവർ, ദയവായി നിങ്ങൾ അയക്കുന്ന മെസ്സേജുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. പലതും എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല, അത്രമാത്രം എനിക്ക് ഇൻബോക്സ് വരുന്നത് കൊണ്ടാണ്. ദയവായി ക്ഷമിക്കണം. ഒരുപാട് പേര് ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് തലവെച്ച് കൊടുത്ത് പണി കിട്ടിയ ഒരുപാട് പേര്, അവർ പല ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പേരുകൾ എടുത്ത് പറയുന്നുണ്ട്. ഇന്ന ആളുടെ ഈ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇതിനകത്ത് ചേർന്ന് അതിൻ്റെ എന്നിട്ട് അവർ അയക്കുന്നത് എത്രമാത്രമാണ് വോയിസുകൾ, എത്രമാത്രമാണ് അവർക്ക് അതിനകത്ത് നിന്ന് പൈസ പോയവർ, അതുപോലെ തന്നെ മറ്റു തരത്തിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. ഇതുപോലെ തന്നെ ഏറ്റവും ഞാൻ ഹൈലൈറ്റ് ചെയ്തൊരു കാര്യം പറയട്ടെ, ഇതിനകത്ത് 5000, 6000, 10000 എന്നൊക്കെ പറഞ്ഞിട്ട് റേറ്റ് പറഞ്ഞിട്ട് ഓരോ ദിവസം ചില സ്ഥലങ്ങളിൽ വെച്ച് കാണുകയും അന്ന് അവർ ആണുങ്ങൾ ഈ സ്ത്രീകളെ ഉപയോഗിച്ചിട്ട് വിടുകയും ചെയ്യും. ഈ പല പെൺകുട്ടികൾക്കും റിലേഷൻഷിപ്പും മറ്റുള്ള കാര്യങ്ങളും ഫാമിലിയും ഒക്കെ ഉള്ളവരാ. ഇനി ഒരു കാര്യമുണ്ട്, വിവാഹം കഴിക്കാത്ത അഡൽട്ട് കുട്ടികൾ മാത്രമല്ല, കല്യാണം കഴിഞ്ഞ് വിവാഹിതരായി ഭർത്താക്കന്മാർ ഗൾഫിലുള്ള സ്ത്രീകളും ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്താ പറയുക, നല്ല റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് തന്നെ ബെസ്റ്റീസിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാർ ഇതിനകത്ത് ഉണ്ട്. ആലോചിച്ച് നോക്കണം. ഇതൊക്കെ ഓരോരുത്തർ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഏതൊരു കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ളൊരു സാധനത്തിനാണ് ഈ ഇത്രയും പ്രൊമോഷൻ കൊടുത്ത് പ്രചണ്ഡമായിട്ട് പ്രൊമോഷൻ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ? നമുക്ക് നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്നു, അവർക്ക് ആഹാരം കൊടുക്കുന്നതാണ്, നമുക്ക് പറ്റാം, അബദ്ധം പറ്റാം.
അത് തിരുത്തി മുന്നോട്ട് പോവുക. ഞാനിപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്തൊക്കെ പറയാം, നിങ്ങൾക്ക് അറിയാത്തവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്കൊക്കെ യൂട്യൂബിൻ്റെ അകത്ത് ലക്ഷക്കണക്കിന് രൂപ യൂട്യൂബ് റവന്യൂ നിങ്ങൾക്ക് കിട്ടുന്നവർ അതിൻ്റെ ഇരട്ടി നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ആപ്പ് പ്രൊമോഷൻ ചെയ്തത്. പിന്നെ രസം എന്ന് പറയുമ്പോൾ 4 ലക്ഷം രൂപയോ അല്ല, 5-6 ലക്ഷം രൂപയൊക്കെയാണ് കിട്ടുന്നതാണ് പറയുന്നത്. അതായത് ലക്ഷക്കണക്കിന് രൂപ ചോദിക്കുന്ന പൈസ, അവർക്ക് എത്ര രൂപ വേണോ അത്രയും രൂപ കൊടുക്കാൻ ആ കമ്പനി തയ്യാറായിട്ട് അങ്ങനെയാണ് ഈ ആപ്പിൻ്റെ പ്രൊമോഷൻ നടക്കുന്നത്. ആലോചിച്ച് നോക്കണം എന്തെല്ലാം പരിപാടികളാണ്, ഒരുപാടുണ്ട്. ഞാൻ ഈ വോയിസ് അയച്ചവരും മെസ്സേജ് അയച്ചവരോട് ഞാൻ പറയാം, പ്ലീസ് എനിക്ക് എല്ലായിടത്തും വെച്ച് പ്ലേ ചെയ്യാൻ പറ്റത്തില്ല, എങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് അത്രമാത്രം കൂടും. ഇനി തീർന്നിട്ടില്ല. പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിച്ചാണ് പാരൻ്റൽ കൺട്രോൾ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ ഈ ഒരു നിങ്ങളുടെ അവരുടെ ഫോണിൻ്റെ അകത്ത് എങ്ങനെയാണ് അവർ എന്തൊക്കെ തരത്തിൽ ആപ്പുകൾ ഉപയോഗിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മേഖല അതാണ്. പക്ഷേ നമുക്ക് എന്താ പറയുമ്പോൾ ഇതിനകത്ത് പരിമിതമായ കാര്യങ്ങൾ, ഇപ്പോൾ ഈ ഒരു വീഡിയോ ഈ കുട്ടികളും കാണും, അതാണ് ഏറ്റവും വലിയ രസം. എങ്കിലും നിങ്ങൾക്ക് ഞാൻ സിമ്പിളായിട്ടൊരു പരിപാടി പറഞ്ഞുതരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യം, നിങ്ങൾ ഗൂഗിളിലേക്ക് പോവുക. ഗൂഗിൾ ആപ്പ് സ്റ്റോറിലാണെങ്കിലും നമ്മുടെ പ്ലേ സ്റ്റോറിലാണെങ്കിലും പോവുക. അവിടെയാണെങ്കിൽ നമ്മുടെ ഗൂഗിളിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷനുണ്ട്, ഫാമിലി ലിങ്ക് എന്നാണ്, ഗൂഗിൾ ഫാമിലി ലിങ്ക് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഇതുപോലെ കാണിക്കും, കാണുന്നുണ്ടല്ലോ, ഇതുപോലെ കാണിക്കുന്ന ഒരു കൈറ്റ്, നമ്മുടെ പട്ടത്തിൻ്റെ ഒരു ലോഗോ വെച്ച് വരുന്ന സാധനം. ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലും ആ ടാർഗറ്റ്, അതായത് ആ കുട്ടിയുടെ ഫോണിലും ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ആ ഒരു കാര്യത്തിൻ്റെ ബാക്കി സ്റ്റെപ്സൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ അകത്ത് നോക്കിയാൽ കിട്ടും. ആ ആപ്ലിക്കേഷൻ 2 ഫോണുകളിലേക്കും ഡൗൺലോഡ് ചെയ്തുകൊണ്ട് പാരൻ്റൽ കൺട്രോൾ വഴി നിങ്ങൾക്ക് ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് മൊത്തം ആക്സസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് എന്തൊക്കെ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റും, ബ്ലോക്ക് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. പാരൻ്റൽ കൺട്രോൾ ആപ്സ് എന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് കിട്ടും. ഇനി ഒരു പടിയും കൂടെ കടന്ന് നിങ്ങൾക്ക് കുട്ടിയുടെ റിയൽ ആക്ടിവിറ്റി, ഇപ്പം ആ കുട്ടിയുടെ എന്താ പറയുക, എന്ത് ചെയ്യുന്നു, ഈവൻ പഠിച്ചുകൊണ്ട് ആ ഫോണിൽ എന്ത് നോക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ മുഖം നിങ്ങൾക്ക് കാണാം, ക്യാമറ വഴി കാണാം. അതുപോലെ തന്നെ ആ കുട്ടിയുടെ സ്ക്രീൻ അതിനകത്ത് എന്ത് ചെയ്യുന്നു ആക്ടിവിറ്റി നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ലൈവായിട്ട് ആ ആക്ടിവിറ്റി കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എയർ ഡ്രോയിഡ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. എയർ ഡ്രോയിഡ് എന്ന് തന്നെയാണ് എൻ്റെ പേര്. എയർ ഡ്രോയിഡ് എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും, ഒരു സെക്കൻഡ്, ഞാനത് എയർ ഡ്രോയിഡ് പാരൻ്റൽ കൺട്രോൾ, യെസ്, ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ എയർ ഡ്രോയിഡ് പാരൻ്റൽ കൺട്രോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈ കുട്ടിയുടെ എല്ലാം A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കുട്ടി ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, കുട്ടിയുടെ ഫോണിൻ്റെ അകത്ത് കുട്ടി എത്ര കോൾ വന്നു, ആരെ വിളിച്ചു, അതുപോലെ തന്നെ വാട്സാപ്പ് മെസ്സേജസ് ഒക്കെ വരുന്നത്, നോട്ടിഫിക്കേഷൻസ്, കുട്ടി അനദർ ആക്ടിവിറ്റീസ് എന്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു, ഏതൊക്കെ കാണുന്നു, എത്ര സമയം കണ്ടു, മനസ്സിലായോ, എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നു, അത് ഉപയോഗിക്കുന്ന സമയത്ത് അതിനകത്തുള്ള കാര്യങ്ങളടക്കം നിങ്ങൾക്ക് അത് കാണാൻ പറ്റും, മനസ്സിലായോ. സോ അങ്ങനെ നിങ്ങൾക്ക് കുട്ടിയെ പൂർണ്ണമായിട്ട് നിരീക്ഷിക്കുന്ന, ഇച്ചിരി പെയ്ഡാണ് അത്, ഈ എയർ ഡ്രോയിഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ പെയ്ഡാണ്. അതുപോലുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ വേറെയുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട ഇത്ര മാത്രം പാരൻ്റൽ കൺട്രോൾ ആപ്ലിക്കേഷൻസ്, ഒരു സ്പൈ ആപ്ലിക്കേഷനാണ് ഈ സാധനം. ഈ സാധനത്തിൻ്റെ ടാർഗറ്റ് ആപ്ലിക്കേഷൻ നിങ്ങളുടെ കുട്ടിയുടെ ഫോണിലേക്ക്, നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് രക്ഷകർത്താവും ഈ ഒരു സാധനത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള സാധനം കൺട്രോൾ ചെയ്യുന്ന ആളായിട്ടും നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൻ്റെ ഇൻസ്റ്റാളേഷൻ അതിൻ്റെ മൊത്തം ടിപ്പ്, അതിൻ്റെ ടെക്നിക്കൽ സപ്പോർട്ട് മൊത്തം യൂട്യൂബിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. നിങ്ങളിത് കണ്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. സത്യം പറഞ്ഞാൽ നമ്മുടെ കാലം പോകുന്നത് വേറെ വഴിക്കാണ്. നിരന്തരം കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ളതാണ്. അപ്പം ഇത്രയും ഗുരുതരമായ സാഹചര്യത്തിനകത്ത് നമുക്ക് പൈസ വേണം, ജീവിക്കാൻ പൈസ വേണം. ഇൻഫ്ലുവൻസേഴ്സിനല്ല, നിങ്ങൾക്കല്ല, എല്ലാവർക്കും കാശ് വേണം, ജീവിക്കാൻ കാശ് വേണം. പക്ഷേ എൻ്റെ അടുത്തൊക്കെ ബെറ്റിംഗ് ആപ്പ്, ഗാംബ്ലിംഗ് ആപ്പ്, അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള സംഭവങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും ഇപ്പം നമ്മളൊരു വീട് വെച്ചിട്ടാണെങ്കിലോ ഒരു കാര്യം ചെയ്തിട്ടാണെങ്കിലും നമുക്ക് അത്യാവശ്യം സാമ്പത്തിക ബാധ്യത വന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ എനിക്കും അതുണ്ടാവാം. ഇതിനകത്തൊക്കെ ഒന്ന് കൈ കൊടുത്താൽ എനിക്കിതെല്ലാം സിമ്പിളായിട്ട് എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് തിരിഞ്ഞു പോകാം. പക്ഷേ എനിക്കതിനോട് താല്പര്യമില്ല, സിൻസിയർലി താല്പര്യമില്ല. മറിച്ച് ഈ യൂട്യൂബിൻ്റെ അകത്ത് കിട്ടുന്ന കുറച്ച് പൈസ കൊണ്ട് അത് മതി, അത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ബിക്കോസ് ഞാൻ റെസ്പോൺസിബിൾ അല്ലേ നിങ്ങളോട് ഞാനൊരു കാര്യം പറയുമ്പോൾ റെസ്പോൺസിബിൾ അല്ലേ. ഇപ്പം എന്തെങ്കിലും ഒരു അബദ്ധം എൻ്റെ കയ്യിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണിച്ച് തെറ്റാണെന്ന് പറയുമ്പം എന്നെ കാണുന്നവർക്കറിയാം, ഞാനത് എഗ്രി ചെയ്യും. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് പറ്റി, ഐ എം സോറി. എത്രയോ തവണ എനിക്ക് ചില മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്. ഞാൻ എന്നെ കാണുന്ന എൻ്റെ പ്രേക്ഷകരോട് ഞാൻ വന്ന് ഒരു മടിയുമില്ലാതെ ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്, കൈ കൂപ്പി ഞാൻ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ഭാഗത്ത് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ കാണുന്ന ഈ ഇൻഫ്ലുവൻസേഴ്സ് ദയവായി നിങ്ങൾ എനിക്കറിയാം ചിലപ്പോൾ നാളെ എൻ്റെ ചാനൽ കാണുമോ എന്ന് എനിക്കറിയത്തില്ല. ഇവരൊക്കെ വലിയ ആൾക്കാരാണ്. ചാനൽ കാണുമോ എന്നറിയത്തില്ല, സ്ട്രൈക്ക് തരാം, മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരാം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി നിങ്ങൾ മറ്റൊരു കാര്യം കൂടെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇത് കാണുന്ന എല്ലാവരോടും ഞാൻ പറയാം, നിങ്ങൾ
ഈ കോസ്മെറ്റിക്സ് പ്രോഡക്ട്സ് നിങ്ങളുടെ മുഖത്തും ദേഹത്തും ശരീരത്തിലൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ വാങ്ങരുത്. ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ വാങ്ങരുത്, ദയവായി വാങ്ങരുത്. നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളൊരു ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണം നിങ്ങളുടെ ആ സ്കിന്നിൻ്റെ ഇതിനനുസരിച്ചിട്ട് നിങ്ങൾ ഓരോ സാധനം പരീക്ഷണ വസ്തുക്കളായിട്ട് ഉപയോഗിക്കാം. കാരണം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത എഡിബിൾ അല്ലാത്ത ഒരു സാധനവും നമ്മൾ കെമിക്കൽസ് എടുത്തിച്ച് മുഖത്ത് പുരട്ടി സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കരുത്. അത് ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷൻ നടത്തി ഡോക്ടർ പറയണം, ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ഉപയോഗിക്കുക. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത്. നമുക്ക് ഗുരുതരമായ മാരക രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഏതെങ്കിലും ഇൻഫ്ലുവൻസർ പറയുന്ന മെഡിസിൻ നിങ്ങൾ കഴിക്കുമോ? ഇല്ലല്ലോ. അതുപോലെ നാളെ മാരക രോഗം വരാതിരിക്കാൻ ഇവർ പറയുന്ന പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങൾ ഇവർക്ക് ലക്ഷങ്ങളാണ് കിട്ടുന്നത്, ലക്ഷക്കണക്കിന് രൂപയാണ് കിട്ടുന്നത്. നിങ്ങൾ ചിന്തിക്കത്തില്ല എങ്ങനെയാ പെട്ടെന്ന് ഇവർക്ക് വീട് വയ്ക്കാനും വലിയ വലിയ കാറും ആഡംബര സെറ്റപ്പ് ഒക്കെ പെട്ടെന്ന് നിമിഷം നേരം ഉണ്ടാവുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരാൾ കിട്ടുന്ന പൈസയാണോ അത്? എങ്ങനെ കഴിയുന്നത് ഇത് പൈസ? അപ്പം ഈ വരുമാനം ഇതൊക്കെ ഇങ്ങനെയാണ്. അവരെ കാണുന്ന പ്രേക്ഷകരുടെ മുമ്പിൽ വളരെ ഭവ്യതയോടുകൂടി വളരെ മാന്യതയോടുകൂടി നല്ല കുട്ടിയാണ് അല്ലെങ്കിൽ നല്ല ആളാണെന്നൊക്കെ പറഞ്ഞ് ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഉടായ്പ ആപ്ലിക്കേഷൻസും മറ്റുള്ള കാര്യങ്ങളും ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കാശാണ്. പല ആൾക്കാരും ഇതിനകത്ത് ഇത് തൊഴിലായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് വെച്ചാൽ ഒന്ന് യൂട്യൂബ് നല്ല റവന്യൂ കൊടുക്കുന്നുണ്ട്, അതിനപ്പുറം ഈ നമ്മുടെ എന്താ പറയുക ഇവർക്ക് ഒരു പ്രൊമോഷൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ഒരു സാധാരണ ഇൻഫ്ലുവൻസറിന് വാങ്ങുന്ന ഒരു പ്രൊമോഷൻ വാങ്ങുന്നത് ഏറ്റവും കുറഞ്ഞത് 1 ലക്ഷം രൂപയാണ്. ഓക്കെ, 50,000 25,000 ചെറിയ ചില ഇൻഫ്ലുവൻസറൊക്കെ 50,000 25,000 ഒക്കെ 25,000 ഒന്നും ഇല്ല 50,000. അതിന് മേളിൽ ഒരു പടി കൂടി ഇച്ചിരി നിങ്ങൾ അത്യാവശ്യം അറിയുന്ന ഒരു യൂട്യൂബർ ആണെങ്കിൽ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ 75,000 1 ലക്ഷം രൂപയൊക്കെയാണ്. അവരുടെയൊക്കെ പ്രൊഫൈൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസം ഒരു 10-20 പ്രൊമോഷനെങ്കിലും കാണും. അപ്പം നിങ്ങൾ ചിന്തിക്കുക അതിന് മാത്രം എത്ര രൂപയായി? അത് പോരാഞ്ഞിട്ടാണ് ഇവർക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഈ ഉടായ്പ ആപ്ലിക്കേഷൻ ലോങ് ടൈമിലാണ് അവർ എത്ര വേണോ കൊടുക്കും പൈസ. കാരണം ഇതിൻ്റെ പൈസ കൊണ്ട് കളയാൻ വേണ്ടി കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലോ. ഇത് ഞാൻ രാവിലത്തെ വീഡിയോക്കകത്ത് സൂചിപ്പിച്ചൊരു കാര്യം, ഈ ആണുങ്ങളുടെ പൈസ പോകുന്നു, പെണ്ണുങ്ങൾക്ക് പൈസ കിട്ടുന്നു. എന്താ സംഭവം? ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ, ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള സംഭവം നമ്മുടെ നാട്ടിലുണ്ട്. പ്രോസ്റ്റിറ്റ്യൂഷൻ തെറ്റാണെന്ന് ഞാൻ അഭിപ്രായമുള്ള ആളല്ല. അത് താല്പര്യമുള്ള ആൾക്കാർ അവരുടെ കൺസെൻറ്റോടുകൂടി അവർക്ക് അതിൽ ഒരു ഉപജീവന മാർഗമായിട്ട് തൊഴിലായിട്ട് സ്വീകരിച്ചിരിക്കുന്നവരാണ്. അവരും അവരുടെ ശരീരം കാഴ്ചവെക്കുമ്പോഴാണ് ഇത് തൃപ്തരാകുന്ന ആൾക്കാർ തിരിച്ച് പൈസ കൊടുക്കുക. അതുപോലെ ഇവിടെ കുറച്ച് ആൾക്കാർ പറയുന്ന എല്ലാ വൃത്തികേടുകളും കേൾക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നിട്ട് തീർന്നില്ല. പലരും പറയുന്നത് ഇതിനകത്ത് വീഡിയോ ചാറ്റ് മറ്റത് മറിച്ച് ഒന്നും പറ്റത്തില്ല. പക്ഷേ ഈ സാധനത്തിൻ്റെ മുഴുവൻ റൂട്ടും അതും കടന്ന് ടെലഗ്രാം ID മറ്റത് മറിച്ച് മറ്റേ വാട്സാപ്പ് നമ്പർ വാട്സാപ്പ് വഴി ഒക്കെ സംസാരിച്ച് എടുത്ത് ഡയറക്റ്റായിട്ട് ഇവർ കാണുകയും അങ്ങനെ കണ്ടുമുട്ടുകയും മറ്റ് പല കാര്യങ്ങളും നടക്കുകയും അടക്കം ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഇതൊരു കോൺട്രവേഴ്സ്യലായിട്ട് വരുവാണെങ്കിൽ നമുക്കതെല്ലാം പുറത്തു വിടാം, ഒരു സംശയം വേണ്ട. ഒരുപാടുണ്ട്, പറഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾ അത്രയും പാനിക്കാക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ട് മാത്രം ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം രക്ഷകർത്താക്കൾ കുട്ടികൾ ഇപ്പം ബാംഗ്ലൂരായിരിക്കാം, കൊച്ചിയിലായിരിക്കാം, തിരുവനന്തപുരത്തായിരിക്കാം, വിദേശ രാജ്യങ്ങളിലായിരിക്കാം, മറ്റ് പല സ്ഥലങ്ങളിലായിരിക്കാം. അവർക്ക് സ്വാഭാവികമായിട്ടും ഡെയിലി ലിവിങ്ങിനും ഹോസ്റ്റൽ ഫീസിനും എഡ്യൂക്കേഷണൽ പർപ്പസിനും ഒക്കെ ഭയങ്കര പൈസ ആവശ്യമുണ്ട്. വീട്ടുകാരെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ അവരോട് ചോദിച്ച് ഒരു വിഷമം തോന്നുമ്പോൾ എന്തുകൊണ്ട് മറ്റവൻ കുറച്ച് നേരം മറ്റേ ടോക്ക് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് കുറേ നേരം സംസാരിച്ചാൽ എന്താ പ്രശ്നം, കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കുന്നത്. ആദ്യം ഇതിലൊരു തുടക്കമായി കേട്ട് സംസാരിച്ചൊരു കുറച്ച് ഇതൊക്കെ ആകുമ്പോഴേക്കും ഒരു 10,000-2,000 രൂപ ചിലപ്പോൾ കിട്ടും. അപ്പോൾ കൊള്ളാമല്ലോ പരിപാടി. പിന്നെ നോക്കുമ്പോഴേക്കും കുറച്ചുകൂടെ നമുക്കൊന്ന് കാണിക്കാം എന്ന് തോന്നും. പിന്നെ നമ്മൾ നോക്കുമ്പോൾ കാണാമെന്ന് വിചാരിക്കും. അപ്പോൾ നോക്കുമ്പോൾ ഡെയിലി 10,000 രൂപ 20,000 രൂപയ്ക്ക് കിട്ടും. ആലോചിച്ച് നോക്കാം, ഒരുപാടുണ്ട്. കാണിക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് കാണിച്ച് എനിക്ക് സ്ട്രൈക്ക് കിട്ടും, മീൻസ് എനിക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കിട്ടും. അമ്മാതിരി സാധനങ്ങളൊക്കെയാണ് നടക്കുന്നത്. നോട്ട് ഓൺലി ദിസ് ആപ്പ്, ഈ ഒരു ആപ്പ് മാത്രം പ്രശ്നമെന്നല്ല, മറ്റുള്ള ഈ ആപ്പുകളൊക്കെ പരസ്യമായിട്ടാണ് വരുന്നത്. വേണമെന്നുള്ളവർ പോവും, വേണ്ടാത്തവർ കാണത്തില്ല. പക്ഷേ ഇവരിവിടെ പറഞ്ഞു വയ്ക്കുന്നത് എന്താണ്, നിങ്ങൾക്ക് ഫ്രണ്ട്സ് വേണമെന്നാണ് ചോദിക്കുന്നത്. അതായത് ഫേസ്ബുക്കിൻ്റെ അകത്ത് ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തുള്ള ഫ്രണ്ട്സ് ഒന്നും പോരാഞ്ഞിട്ട് ഇതൊന്നുമില്ലാത്ത ഫ്രണ്ട്സ് വേറെ നമ്മളെ കണ്ടെത്തിയിട്ട് അവിടെ ആണുങ്ങൾ പൈസ മുടക്കി ഉള്ള ഫ്രണ്ട്സിനെ കാണണം. പൈസ മുടക്കിയുള്ള ഫ്രണ്ട്സിനെ കാണണം എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്ക് പറയണ്ടേ, ഇത് പക്ക അഡൾട്ട് ആപ്പാണ്, ഈ ആപ്പിൻ്റെ അകത്ത് വേറെ പരിപാടികളാണ്, താല്പര്യമുള്ളവർക്ക് പോവാം. അങ്ങനെ പറയാൻ അവർക്ക് ധൈര്യമുണ്ടോ? അവർ പറയുമോ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് ഒത്തിരി ഇതിനകത്ത് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് എല്ലാത്തിനും നന്ദി. എനിക്ക് ഒത്തിരി ഈ ഇൻഫ്ലുവൻസേഴ്സിനെ ഞാൻ ടാർഗറ്റ് ചെയ്തോ ഇവരെ ഭയങ്കര മോശക്കാരാക്കിയിട്ടൊന്നുമല്ല. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിനും ദിവസങ്ങൾക്ക് മുമ്പ് പല യൂട്യൂബേഴ്സും അവരുടെ ചാനലുകളിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ കമൻറ്റ് ബോക്സിൽ കിടപ്പുണ്ട്. അതായത് ഞാനല്ല ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് കണ്ടെത്തി സംസാരിക്കുന്ന ആൾ.
ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾ കുറച്ചധികം ആൾക്കാർ കണ്ടു എന്നുള്ളത് ശരിയായിരിക്കാം. പക്ഷേ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പലരും എന്നെ ഇതിനകത്ത് കിടക്കുന്ന കമൻറ്റ്സ് ഇൻസ്റ്റഗ്രാമിനകത്ത് മെൻഷൻ ചെയ്തിട്ട് എന്നെ ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് പറയാൻ പറ്റിയിട്ടില്ല. ഒരുപാട് പേര് യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ ചെയ്ത വീഡിയോയ്ക്കകത്ത് മറ്റ് യൂട്യൂബേഴ്സ് കുറേ അധികം ചെയ്ത ആൾക്കാരുടെ വീഡിയോ ആണ് ഞാനകത്ത് വച്ചേക്കുന്നത്. റെസ്പോൺസിബിളായിട്ട് അവരൊന്ന് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പറഞ്ഞു. ഒരു ലേഡി അവരത് ഉപയോഗിച്ചിട്ടുള്ളവരാണെന്ന് പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിലുണ്ട്. താഴെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം. അതുപോലെ തന്നെ ഒരുപാട് പേര്. സോ നിങ്ങളുടെ കുട്ടികളെ സുരക്ഷിതരായിട്ട് നോക്കുക. കാലം മാറി. ഇന്ന് പല സ്ഥലങ്ങളിലും പ്രണയവും മറ്റുള്ള കാര്യങ്ങൾ കാരണം മറ്റേ കഷായം കൊടുക്കുന്ന പരിപാടി കേൾക്കുന്നെങ്കിൽ നാളെ ഇതുപോലെ പല സ്ഥലത്തും കൊണ്ട് ഉപയോഗിച്ചിട്ട് കൊണ്ട് കളയുന്ന അല്ലെങ്കിൽ പിന്നെ വേറൊരു കാര്യം ഒരാളെന്നോട് പറഞ്ഞതാണ്. ഭർത്താവും ഭാര്യയും കൂടെ വിളിച്ചു, ഒരു പെൺകുട്ടിയെ ഭർത്താവും ഭാര്യയും കൂടെ വിളിച്ചു. ഭർത്താവും ഭാര്യയും കൂടെ ഒരുമിച്ച് ഈ പറയുന്ന ആപ്പിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് വേണം, അതിന് ഒരാളെ വേണം, റെഡിയാണോ എന്നാണ്. പൈസയൊക്കെ തരാം, റെഡിയാണ്. മനസ്സിലായോ? ഗ്രൂപ്പായിട്ട് അതിന് വേണ്ടിയിട്ട് സംഭവങ്ങളൊക്കെ അത് കേട്ടപ്പോൾ തന്നെ കണ്ടം വഴി ഓടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതുപോലെയാണ് മറ്റൊരു തരത്തിൽ ഇതിനകത്തൊരു മാഫിയ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളെ മാഫിയ മനസ്സിലാക്കണമല്ലോ. അങ്ങനെയുള്ള ആൾക്കാർ ഇതിനകത്ത് ഇച്ചിരി ഇതായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ ചാക്കിട്ട് പിടിച്ചിട്ട് മറ്റേ പരിപാടിക്ക് വേണ്ടി ഉപയോഗിക്കും. വൈഡായിട്ട് കാഴ്ചവെപ്പ് പരിപാടി. ഞാനത് എല്ലാം കൂടെ പറഞ്ഞ് നിങ്ങൾ താങ്ങത്തില്ല. ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതാവുന്നുണ്ടല്ലോ അല്ലേ? അതിൻ്റെ പണി ഞാൻ ഏറ്റുവാങ്ങേണ്ടിയും വരും. അത് വരട്ടെ, നമ്മൾ എന്തായാലും അതിന് കാത്തിരിക്കുക. എന്തായാലും എനിക്ക് 2 കുട്ടികൾ വളർന്നു വരുന്നുണ്ട്. അവർ വളർന്നു വരുന്ന സമൂഹത്തിൻ്റെ അകത്ത് അവർക്ക് നല്ല രീതിയിൽ ബന്ധം, ആൺകുട്ടികളാണ്, അവർക്ക് ചിലപ്പോൾ പ്രണയം ഉണ്ടാകും, നല്ല ബന്ധങ്ങളുണ്ടാകും. അവർ ഈ സമൂഹത്തിൽ നല്ല ജീവികളായിട്ട് ജീവിക്കണമെന്നുള്ളതാണ്. എനിക്കറിയത്തില്ലടേ ഇതെങ്ങോട്ടാണ് ഈ പോക്കുന്നത്. സീരിയസ്ലി പറയാം, ഒരു അച്ഛനായിട്ട് പറയാം, ഭയങ്കര പ്രശ്നമാണ്. ഓരോ കുട്ടികളെയും ഓരോ അച്ഛനെ രക്ഷിതാക്കൾ പലയിടത്തും പഠിപ്പിക്കാനൊക്കെ അയച്ചിട്ട് ആ മക്കൾ ചിലപ്പോൾ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയിട്ട് അറിയാതെ ആണെങ്കിൽ ഇതിനകത്ത് പെട്ടുപോകുന്നൊരവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. പിന്നെ പൊക്കഴിഞ്ഞാൽ ശരീരം വിറ്റും മാനം വിറ്റും അവർ പൈസ ഉണ്ടാക്കി ആർഭാടമായിട്ട് ജീവിക്കും. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇതൊന്നുമല്ല ലൈഫ്. ലൈഫിൻ്റെ ഏറ്റവും ഹാപ്പിനെസ് കിട്ടുന്ന എവിടെ നിന്നറിയാമോ? നിങ്ങൾക്ക് നിങ്ങളോട് റിഗ്രറ്റ് തോന്നാതിരിക്കുമ്പോഴാണ്. ഓക്കെ, പൈസയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്നതിന് മുമ്പ്, എല്ലാം തുറന്ന് കാണിക്കുന്നതിന് മുമ്പ് വളർത്തി വിട്ടവരെയും നമ്മുടെ സമൂഹത്തിനെയൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. താല്പര്യമുള്ളവർ പോട്ടെ, കാണിക്കട്ടെ, ചെയ്യട്ടെ. പക്ഷേ ആൾക്കാരെ കൊണ്ട് കുഴി ചാടിക്കരുത്. അറിയാത്ത ഒരാളെ കൊണ്ട് കൊടുത്തിട്ട് അവർക്ക് ഈ ഒരു സംഭവം ആ ഒരു ടേസ്റ്റ് പിടിപ്പിച്ചിട്ട് ചെയ്യരുത്. റിക്വസ്റ്റാണ്, ഹമ്പിൾ റിക്വസ്റ്റാണ്. ഇതുകൊണ്ട് എനിക്ക് പ്രശ്നം വന്നാൽ എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് ഏറ്റവും ഡേഞ്ചറസ് എൻ്റെ ചാനൽ പോവുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടായിരിക്കും കളി നടക്കുക. എനിക്കറിയാം. അത് വരട്ടെ, നമുക്ക് കാണാം. ഞാൻ ഇനി ഏത് കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വന്നാലും അങ്ങ് അറ്റം വരെ ഞാൻ പോകും. ഓക്കെ, സോ എന്തായിരുന്നാലും അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി കാണുന്നു ഗൈസ്. ബൈ.